നമസ്കാരം പ്രിയപ്പെട്ടവരെ, ഏവർക്കും മുരളി നെല്ലനാട് നോവൽസിലേക്ക് ഹൃദ്യമായ സ്വാഗതം. മുരളി നെല്ലനാടിൻ്റെ ചന്ദ്രകളഭം 14-ാം അധ്യായത്തിലേക്ക്. അവതരണം രാജീവ് വെഞ്ഞാറമൂട്. രാവിലെ ഹേമചന്ദ്രൻ ഡ്രസ് ചെയ്ത് ഓഫീസ് ബാഗുമായി ഹാളിലേക്ക് വരുമ്പോൾ ചന്ദ്രഹാസൻ പുറപ്പെടാൻ തയ്യാറായി സെറ്റിയിലിരിപ്പുണ്ട്. അടുത്ത സെറ്റിയിലിരിക്കുകയാണ് വേണുജി. ചന്ദ്രഹാസൻ ഷർട്ടിന്റെ കൈ നീക്കി കൈത്തണ്ടയിലേക്ക് നോക്കി. ഹേമേ, സമയം 8:30 കഴിഞ്ഞു. അയാൾ അസ്വസ്ഥനായി. 9:30-ക്കല്ലേ ട്രെയിൻ? ധൃതി വയ്ക്കേണ്ട അച്ഛാ, ഹേമചന്ദ്രൻ പറഞ്ഞു. ട്രെയിൻ എപ്പോഴോ ആയിക്കോട്ടെ, 8:30-ക്ക് പുറപ്പെടാമെന്ന് നിശ്ചയിച്ചാൽ ആ സമയം പുറപ്പെട്ടിരിക്കണം. അത് കേട്ട് വേണുജി പതിയെ ചിരിച്ചു. ഞായറാഴ്ച അവർ വരില്ലേ അച്ഛാ? ഒന്ന് ഉറപ്പുവരുത്താനായി ഹേമചന്ദ്രൻ ചോദിച്ചു. വരാനാണ് ഞാൻ പറഞ്ഞത്, അതിനി മാറ്റി പറയണ്ട. അവർ വന്നു പൊയ്ക്കോട്ടെ. അവരെക്കുറിച്ച് നമുക്കും വിശദമായി അന്വേഷിക്കണമല്ലോ, അല്ലേ വേണു? വേണുജി ഒന്ന് ചിരിച്ച് ഒഴിഞ്ഞു മാറി. ആ നാട്യം കണ്ട് ഹേമന്റെ ഉടൽ വിറച്ചു. അച്ഛന്റെ സ്വരത്തിൽ പോലും മാറ്റം പ്രകടമായിരിക്കുന്നു. തൃപ്പൂണിത്തുറയിലോ മറ്റോ അല്ലേ അവരുടെ കുടുംബം? അതെ. ഇവിടെ നിന്നെപ്പോലെ വില്ല വാങ്ങി താമസിക്കുന്നു. ഒരു പെൺകുട്ടിയെയും അവളുടെ അച്ഛനെയും വന്ന് കണ്ടു എന്ന കാരണം വച്ചൊന്നും നമുക്കൊരു വാക്കു പറയാൻ പറ്റില്ല. എല്ലാ കാര്യങ്ങളും അന്വേഷിച്ചറിയണം. നമുക്ക് തൃപ്തി വരണം. എന്നിട്ട് മതി വാക്കുറപ്പിക്കൽ. ചന്ദ്രേട്ടന് അങ്ങനൊരു തീരുമാനമുണ്ടെങ്കിൽ അന്വേഷണം കഴിഞ്ഞ് അവരെ ക്ഷണിച്ചാൽ മതി എന്നൊരഭിപ്രായം എനിക്കുണ്ട്. സാധാരണ അങ്ങനെയാണല്ലോ ചെയ്യാറ്. പയ്യന്റെ വീട്ടിൽ വെച്ച് വാക്കു പറയല ഉചിതം. വേണുജി സന്ദർഭമനുസരിച്ച് നുഴഞ്ഞു കയറി. ആ, വേണു പറയുന്നതിലും കാര്യമുണ്ട്. എന്തായാലും ഞാൻ വീട്ടിൽ ചെന്നൊന്ന് ആലോചിക്കട്ടെ. ഇനിയും 4-5 ദിവസമുണ്ടല്ലോ, ചന്ദ്രഹാസൻ പറഞ്ഞു. അതെ, അതിനിടയ്ക്ക് അന്വേഷിക്കാനും സമയമുണ്ട്, വേണുജി അനുകൂലിച്ചു. ബാഗുമായി ഹേമലത സ്റ്റെയർ കേസ് ഇറങ്ങി വന്നു. വേണുജി എഴുന്നേറ്റ് ചെന്ന് ബാഗ് വാങ്ങി. പോട്ടെ മോനെ, നീ ശനിയാഴ്ച എത്തില്ലേ? ഹേമലത ഹേമചന്ദ്രനോട് ചോദിച്ചു. തീരുമാനങ്ങളിൽ മാറ്റമൊന്നുമില്ലെങ്കിൽ വരാമമ്മേ. ഇനി എന്തു മാറ്റം വരാനാ? ശനിയാഴ്ച രാവിലെ തന്നെ നിങ്ങൾ രണ്ടുപേരും തറവാട്ടിലെത്തണം, ഹേമലത സ്വരം കടുപ്പിച്ചു. ചന്ദ്രഹാസൻ എഴുന്നേറ്റു. കാറിൽ കയറാൻ നേരം ഹേമലത എതിർവശത്തെ വീട്ടിലേക്ക് നോക്കി. ആ കുട്ടിയും അമ്മയും വന്നിട്ടില്ലെന്ന് തോന്നുന്നു. വരുമ്പോ മോളെ ഞാൻ അന്വേഷിച്ചതായി പറയണേ. പറയാം. വേണുജി ബാഗ് പിൻ സീറ്റിൽ വെച്ച് കൊടുത്തു. അയാൾ വേഗം ചെന്ന് ഗേറ്റ് തുറന്നു. കാർ ഇളകിപ്പോകുമ്പോൾ വേണുജി കൈവീശി. നിശബ്ദനായിരുന്നു ഡ്രൈവ് ചെയ്യുകയാണ് ഹേമചന്ദ്രൻ ചെയ്തത്. അവരുടെ ഫാമിലിയെക്കുറിച്ചോ മറ്റോ എന്തെങ്കിലും കാര്യങ്ങൾ മേനോനോ പപ്പിയോ നിന്നോട് പറഞ്ഞിട്ടുണ്ടോ? ചന്ദ്രഹാസൻ ശബ്ദിച്ചു. മറ്റെന്തു പറയാനാ? എന്നോടൊന്നും പറഞ്ഞിട്ടില്ല. മേനോന്റെ ഭാര്യ എങ്ങനെയാ മരിച്ചതെന്ന് നിനക്കറിയാമോ? ഇല്ല. അതൊരാത്മഹത്യയായിരുന്നു. അയ്യോ, എന്തായി കേൾക്കുന്നത്? പിന്നിലിരുന്ന ഹേമലത പകച്ചു. പറഞ്ഞു കേൾക്കുന്നതാ. നീ വിശദമായൊന്ന് അന്വേഷിക്കണം. പുറംമോടി കണ്ടെന്നും ആരെയും വിലയിരുത്താൻ പറ്റില്ല. അകലെ കൂട്ടി അവളോട് തന്നെ ചോദിക്ക്. ചോദിക്കാം. എന്തുകൊണ്ട് പപ്പിയുടെ സഹോദരന്റെ വിവരം അച്ഛൻ പറഞ്ഞില്ലെന്ന് അയാൾ ഓർത്തു. സൗത്ത് റെയിൽവേ സ്റ്റേഷന് മുന്നിൽ കാർ ചെന്നു നിന്നു. വലിയ തിരക്കായിരുന്നു അവിടെ. നീ ഇറങ്ങി വരണ്ട, ഡോർ തുറക്കാൻ തുനിഞ്ഞ ഹേമചന്ദ്രനെ ചന്ദ്രഹാസൻ തടഞ്ഞു. കാറിൽ നിന്നിറങ്ങി ഹേമലത അയാളുടെ അടുത്തേക്ക് വന്നു. അമ്മയുടെ മുഖത്തെ സംഭ്രമം ഹേമചന്ദ്രൻ കണ്ടു. അച്ഛൻ്റെ വാക്കുകളാണ് അമ്മയെ ഞെട്ടിച്ചിരിക്കുന്നത്. ചെന്നിട്ട് വിളിക്കാം മോനെ. ആ, അമ്മ ചെല്ല്. പിന്നിൽ ഹോൺ മുഴങ്ങിയപ്പോൾ അയാൾ വണ്ടിയെടുത്തു. ഓഫീസിൽ ഇരിക്കുമ്പോൾ ഹേമചന്ദ്രൻ ജോലിയിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ കഴിഞ്ഞില്ല. മേനോൻ സാറിന്റെ കുടുംബത്തെക്കുറിച്ച് ഈ വിവരങ്ങൾ വേണുമാമയ്ക്ക് എവിടെ നിന്ന് കിട്ടി? മറ്റൊരു റോയ് പെരേരയെ വെച്ച് വേണുമാമയും നന്നായി കളിക്കുന്നുണ്ടോ? ഉണ്ടാവുമെന്നതാണ് വാസ്തവം. അറിഞ്ഞത് സത്യമാണെങ്കിൽ എന്തുകൊണ്ട് പപ്പിയോ മേനോൻ സാറോ അത് തന്നോട് പറഞ്ഞില്ല? കുരുക്കിൽ നിന്ന് കുരുക്കുകളിലേക്കാണല്ലോ തന്റെ ജീവിതം പോകുന്നത്. ഈ കേട്ടതൊക്കെ സത്യമാണെങ്കിൽ അച്ഛൻ എതിർപ്പ് പറയുമെന്ന് 100% ഉറപ്പാണ്. കാര്യങ്ങൾ അവിടെ കൊണ്ടുചെന്ന് എത്തിക്കാൻ വേണുമാമയ്ക്ക് കഴിഞ്ഞു. ഇനിയും അയാളെ സ്വതന്ത്രനായി വിട്ടാൽ കൈവിട്ടു പോകുന്നത് തന്റെ ജീവിതമാകും. ഫോൺ റിംഗ് ചെയ്തപ്പോൾ അയാൾ ചിന്തകൾ വിട്ടുണർന്നു. ഡിസ്പ്ലേയിൽ പപ്പിയുടെ പേര് തെളിഞ്ഞു. അയാൾ കോൾ എടുത്തു. ഹലോ പപ്പി. ഹേമേട്ടൻ ജോലി തിരക്കിലാണോ? ഞാൻ വിളിച്ചത് ഡിസ്റ്റർബൻസ് ആയോ?
ഇല്ല, പപ്പി പറയൂ. അച്ഛനും അമ്മയും പോയോ? ആ, അവരെ സ്റ്റേഷനിൽ കൊണ്ടുവിട്ടിട്ടാ ഞാൻ ഓഫീസിലേക്ക് വന്നത്. വൈകിട്ട് ഫ്രീ ആവോ? ഒന്ന് കാണണമായിരുന്നു. താനും അതുതന്നെ ആഗ്രഹിച്ചെന്ന് അയാൾ മനസ്സിലോർത്തു. അതിനെന്താ, കാണാമല്ലോ. സുഭാഷ് പാർക്കിൽ വന്നാൽ മതി. 5 മണിക്ക് ഞാനുണ്ടാവും. ശരി, സി യു ഹേമേട്ട, ബൈ. കോൾ കട്ടായി. 5 മണിക്ക് തന്നെ ഹേമചന്ദ്രൻ ഓഫീസിൽ നിന്നിറങ്ങി. സുഭാഷ് പാർക്കിൽ എത്തുമ്പോൾ പതിവായി കണ്ടുമുട്ടാറുള്ള ഭാഗത്ത് ഒരു പുസ്തകം മറിച്ചു നോക്കി പത്മപ്രിയ ഇരിപ്പുണ്ട്. അയാൾ അടുത്തു ചെന്നപ്പോൾ ചിരിയോടെ അവൾ എഴുന്നേറ്റു. ഞാൻ വന്നിരുന്നതേയുള്ളൂ. അധിക സമയം ഇവിടെ തനിച്ചിരിക്കാൻ പേടിയാ. മറൈൻ ഡ്രൈവിലാണെങ്കിൽ ഏതെങ്കിലും ഫ്രണ്ട്സിനെ നേരിടേണ്ടി വരും. അയാൾക്കൊപ്പം ചിരിയോടെ അവൾ ഇരുന്നു. 1-2 ദിവസം കഴിഞ്ഞേ അമ്മ മടങ്ങുന്നല്ലേ ആദ്യം ഹേമേട്ടൻ പറഞ്ഞത്? അതെ, അമ്മയ്ക്ക് നിൽക്കണമെന്നുണ്ടായിരുന്നു. പക്ഷേ അച്ഛനും അത് തോന്നണ്ടേ? അവൾ അത് കേട്ട് ചിരിച്ചു. ഞായറാഴ്ച അങ്ങോട്ട് പോകാൻ വേണ്ടി അച്ഛൻ ചെറിയച്ഛനെയും അങ്കിളിനെയും ക്ഷണിച്ചിട്ടുണ്ട്. അവർ വരുമ്പോൾ ഹേമേട്ടൻ അവിടെ ഉണ്ടാവില്ലേ? ഉണ്ടാവും. ഡോക്ടർ വേണുജിയും ഉണ്ടാവുമല്ലോ. അതറിയില്ല. എന്തെങ്കിലും ഒഴിവ് പറഞ്ഞ് വരാതിരിക്കാനാ സാധ്യത. യോഗേഷിനെ ഞാൻ കണ്ടിരുന്നു. അത് പറയാനാ ഹേമേട്ടനെ നേരിൽ കാണാൻ ആഗ്രഹിച്ചത്. മീരയുടെ വരവിൽ യോഗിക്ക് പങ്കൊന്നുമില്ല. അച്ഛന് ഹേമേട്ടന്റെ പ്രോബ്ലംസ് അറിയാം. യോഗിയാണ് അതിന് പിന്നിലെന്ന ധാരണയിൽ അവനെ വിളിച്ചു ചോദിച്ചു. ആ സൂചന വച്ചാ അവൻ അവളെ കാണാൻ പോയത്. അവൻ സമ്മതിച്ചോ? യോഗി മീരയെ കാണാൻ വന്നതിന്റെ റൂട്ട് ഹേമന് മനസ്സിലായി. സമ്മതിച്ചു. പക്ഷേ ആ കുട്ടി ഹേമേട്ടൻ്റെ എന്നാ ആ കള്ളി അവനോട് പറഞ്ഞത്. നമ്മുടെ വിവാഹം നടക്കാതിരിക്കണം. അതാണല്ലോ വേണുജിയെപ്പോലെ അവനും ആഗ്രഹിക്കുന്നത്. അവളെക്കുറിച്ച് വിശദമായി അന്വേഷിച്ചു വരാൻ ഞാൻ അവനോട് പറഞ്ഞു. അവൻ ഉത്സാഹത്തോടെ പോയിരിക്കുക. ഹേമചന്ദ്രൻ അതിലത്ര താല്പര്യം കാണിച്ചില്ല. വേണുജി കയറ്റി വെച്ച ഭാരം അയാളുടെ മനസ്സിലിരുന്ന് കനം വച്ചു. ഇന്ന് രാവിലെ യാത്രക്കിടയിൽ നിങ്ങളുടെ കാര്യങ്ങളൊക്കെ അച്ഛൻ എന്നോട് ചോദിച്ചു. അവളുടെ മുഖം ഗൗരവമാകുന്നത് ഹേമൻ കണ്ടു. നിങ്ങളെപ്പറ്റി ഇവിടെയുള്ള കാര്യങ്ങളല്ലേ എനിക്കറിയൂ. മേനോൻ സാറിന് ആണായും പെണ്ണായും ഒരേയൊരു മകളെന്നല്ലേ എനിക്കറിയാവൂ. പത്മപ്രിയ മെല്ലെ എഴുന്നേറ്റു. അതല്ല ഹേമേട്ട സത്യം. അച്ഛനും അമ്മയ്ക്കും 2 മക്കളായിരുന്നു. എനിക്ക് ഒരേട്ടനുമുണ്ടായിരുന്നു. പവി എന്നായിരുന്നു പേര്. അവളുടെ മുഖത്ത് വേദന പടർന്നു. എന്നിട്ട് ആളെവിടെ? ജീവിച്ചിരിപ്പില്ല. 22 വയസ്സുള്ളപ്പോഴാ ഏട്ടൻ ഞങ്ങളെ വിട്ടുപോയത്. അതൊരു സൂയിസൈഡായിരുന്നു. മൈ ഗോഡ്. ഹേമചന്ദ്രൻ എഴുന്നേറ്റു. അവൾ ചാഞ്ഞു നിന്ന പേരറിയാത്ത വൃക്ഷത്തിന്റെ അരികിലേക്ക് നടന്നുപോയി. അയാളത് ചെയ്യാൻ എന്താ കാരണം? കോളേജിൽ പഠിക്കുന്ന കാലത്തെ പവിയേട്ടൻ അച്ഛൻ്റെ നിയന്ത്രണം വിട്ടുപോയിരുന്നു. അമ്മ ഒരു പേഷ്യൻ്റ് ആയിരുന്നു. സത്യത്തിൽ മക്കളെ മനസ്സിലാക്കാനുള്ള സമയം അച്ഛന് കിട്ടിയിരുന്നില്ല. മകൻ ഡ്രഗ്സിന് കീഴ്പ്പെട്ടെന്നറിയാൻ സമയം ഒരുപാട് വൈകിപ്പോയിരുന്നു. ഫോർട്ട് കൊച്ചിയിലെ ഒരു ക്രിമിനൽ ഗ്യാങ്ങുമായി പവിയേട്ടൻ ചങ്ങാത്തത്തിലായി. പോലീസ് വീട്ടിലെത്തുമ്പോഴാണ് ഒരു അഡ്വക്കേറ്റിന്റെ കൈവെട്ട് കേസിൽ പ്രതിയാണ് മകനെന്ന് അച്ഛൻ അറിയുന്നത്. അവൾ ശിഖിരത്തോട് ചേർന്ന് കണ്ണുകളടച്ച് കുറേ നേരം നിന്നു. ഞങ്ങൾ തകർന്നുപോയി. പവിയേട്ടൻ ഒളിവിൽ കുറേ നാൾ കഴിഞ്ഞു. കനത്ത മഴയുള്ള ഒരു രാത്രി നനഞ്ഞൊലിച്ച് കയറി വന്നു. ഒരു വാക്കുകൊണ്ടുപോലും ആരും പവിയേട്ടനെ നോവിച്ചില്ല. പിറ്റേന്ന് അച്ഛൻ പവിയേട്ടനെ പോലീസിന് മുന്നിൽ ഹാജരാക്കി. ജീവിതത്തിലേക്ക് മടങ്ങി വരാൻ പവിയേട്ടനെ നിശ്ചയിച്ചു. അഡ്വക്കേറ്റ് പവിയേട്ടനോട് ക്ഷമിച്ചു. പക്ഷേ കൂട്ടത്തിലുള്ളവർ ഞങ്ങൾക്ക് സമാധാനം തന്നില്ല. അവർ പവിയേട്ടനെ വേട്ടയാടിക്കൊണ്ടിരുന്നു. പുറത്തിറങ്ങിയാൽ തല്ലിച്ചതയ്ക്കാൻ തുടങ്ങി. അച്ഛൻ പവിയേട്ടനെ ഡൽഹിയിലേക്ക് അയക്കാൻ തീരുമാനിച്ചു. ജിജ്ഞാസയോടെ ഹേമചന്ദ്രൻ കേട്ടുനിന്നു. റെയിൽവേ ട്രാക്കിന് മുന്നിലായിരുന്നു ഞങ്ങളുടെ വീട്. രാവിലെ ഒരാൾക്കൂട്ടം വീടിന് മുന്നിൽ കണ്ടാണ് ആരോ വണ്ടിക്ക് തലവച്ച വിവരം മനസ്സിലാക്കി അച്ഛൻ ഇറങ്ങിച്ചെന്നത്. നെഞ്ചിന് താഴെ വെച്ച് വേർപെട്ട എൻ്റെ പവിയേട്ടൻ്റെ ശരീരമാ അച്ഛൻ കണ്ടത്. അവൾ കൈകൊണ്ട് വായമർത്തി പിടിച്ചു. എന്തു ചെയ്യണമെന്നറിയാതെ അയാൾ നിന്നു. റിലാക്സ് പപ്പി, റിലാക്സ്. വളരെ വേഗം അവൾ സമനില വീണ്ടെടുത്തു. കണ്ണുകൾ തുടച്ചിട്ട് മന്ദഹസിക്കാൻ ശ്രമിച്ചു. ഓർക്കരുതെന്ന് ആഗ്രഹിച്ച കാര്യങ്ങളാണ്. പക്ഷേ ഹേമേട്ടൻ ഇതറിയാനുള്ളതല്ലേ? പപ്പിയുടെ അമ്മയ്ക്ക് എന്താ സംഭവിച്ചത്? നന്നേ ചെറുപ്പത്തിൽ പോയെന്നല്ലേ കേട്ടത്? ജീവിത സുഖമെന്തെന്ന് അച്ഛൻ അറിഞ്ഞിട്ടില്ല. വേദനയെടുത്ത് പുളയുന്ന അമ്മയ്ക്കരികിൽ അച്ഛൻ ഉറങ്ങാതിരിക്കും. അച്ഛന് മോചനം നൽകാനാണോ അമ്മ അത് ചെയ്തതെന്ന് എനിക്കിപ്പോഴും അറിയില്ല. ഒരു രാത്രി വേദന സഹിക്കാതെ വന്നപ്പോൾ അച്ഛൻ അറിയാതെ മരുന്നിന്റെ അളവ് കൂട്ടിക്കഴിക്കുകയായിരുന്നു അമ്മ. ഒരാഴ്ച
ജീവിതത്തിനും മരണത്തിനുമിടയിലെ നൂൽപ്പാലത്തിൽ അമ്മ വേദനകളൊന്നുമില്ലാതെ കിടന്നു. ഒടുവിൽ മരണം അമ്മയെ വലിച്ചു കൊണ്ടുപോയി. അവൾ കൈവിരലുകൾ കണ്ണുകളിൽ അമർത്തി കുനിഞ്ഞു നിന്നു. എല്ലാം ഹൃദയത്തിലേക്ക് അമർത്തിത്തള്ളുന്നതുപോലെ അയാൾക്ക് തോന്നി. ഹേമചന്ദ്രന്റെ മനസ്സുരുകിപ്പോയി. സോറി പപ്പി, ഒന്നും ഞാൻ ചോദിക്കാൻ പാടില്ലായിരുന്നു. റിയലി സോറി. പിന്നെയും കണ്ണീരോടെ അവൾ മന്ദഹസിച്ചു. ഹേമേട്ടനെല്ലാം അറിയണം. 2 ആത്മഹത്യ സംഭവിച്ച കുടുംബമായ എൻ്റേത്. വിവാഹത്തിനു മുമ്പ് തന്നെ ഹേമേട്ടനോട് എല്ലാം പറയാനിരുന്നതാ ഞാൻ. മൊഴിമുട്ടി അയാൾ നിന്നു. അച്ഛൻ എന്നെ ബാംഗ്ലൂർക്ക് അയച്ചു. ട്രാൻസ്ഫർ വാങ്ങി അച്ഛനും നാട് വിട്ടു. എല്ലാ വേദനകളും മറക്കാൻ അച്ഛൻ തിരഞ്ഞെടുത്ത വഴിയായിരുന്നു പെയിന്റിംഗ്. അതിൽ അച്ഛൻ ഇപ്പോഴും മനസ്സുഖം അനുഭവിക്കുന്നുണ്ട്. അവൾ കർച്ചീഫ് എടുത്ത് കണ്ണും മുഖവും തുളച്ചു. അച്ഛൻ ഒരുപക്ഷെ ഇതൊന്നും ഹേമേട്ടന്റെ അച്ഛനോട് പറഞ്ഞെന്നു വരില്ല. ദുരന്തങ്ങൾ മാത്രം വേട്ടയാടിയ ഇന്നലകളിലേക്ക് തിരിഞ്ഞു നോക്കാൻ അച്ഛൻ ആഗ്രഹിക്കുന്നില്ലെന്നതാണ് സത്യം. ഹേമേട്ടൻ ഈ വിവരങ്ങൾ വീട്ടിൽ നിർബന്ധമായും സംസാരിക്കണം. അയാൾ ശിരസ് ചലിപ്പിച്ചു. എന്റെ കഥ കേട്ടപ്പോൾ ഹേമേട്ടൻ ഇപ്പോൾ അനുഭവിക്കുന്നതൊന്നും ടെൻഷനേ അല്ലെന്ന് മനസ്സിലായില്ലേ? അവൾ ചിരിച്ചു. നമുക്ക് ഓരോ കപ്പ് ചായ കുടിച്ച് ഇന്ന് പിരിയാം. ഓക്കെ, അവൾ ചിരിച്ചു. അവൾക്കൊപ്പം അയാൾ പാർക്കിന് പുറത്തേക്ക് വന്നു. പപ്പിയെ യാത്രയാക്കി വീട്ടിലേക്ക് കാർ ഓടിക്കുമ്പോൾ പപ്പിയുടെ നൊമ്പരങ്ങളായിരുന്നു ഹേമചന്ദ്രന്റെ മനസ്സിൽ. ഈ വേദനകളൊക്കെ ഉള്ളിലടക്കിയാണ് എപ്പോഴും ചിരിച്ചും പ്രസന്നതയോടെയും അവൾ നടന്നത്. കഥകളൊക്കെ കേട്ടുകഴിഞ്ഞാൽ അച്ഛൻ എങ്ങനെ പ്രതികരിക്കുമെന്ന് ഒരു നിശ്ചയവുമില്ല. വേണുമാമ കാതിലോതിയതുപോലെ 2 ആത്മഹത്യകളാണ് ആ കുടുംബത്തിൽ സംഭവിച്ചിരിക്കുന്നത്. ആത്മഹത്യ പ്രവണതയുള്ള കുടുംബം. അച്ഛൻ എതിർത്താൽ ജീവിതത്തിൽ ആദ്യമായി അച്ഛനെ തനിക്ക് നിഷേധിക്കേണ്ടി വരും. ദൂരവ്യാപകമായ പ്രത്യാഘാതങ്ങൾ സംഭവിക്കുമെന്ന് ഉറപ്പാണ്. പക്ഷേ പപ്പിയെപ്പോലൊരു പെണ്ണിനെ വേണ്ടെന്ന് വയ്ക്കാൻ താൻ തയ്യാറല്ല. അച്ഛന് നല്ല മനസ്സുണ്ടാകട്ടെ. കാർ വില്ലയുടെ മുന്നിൽ ചെന്ന് നിന്നു. പുറത്തിറങ്ങി ഗേറ്റ് തുറന്നിട്ട് എതിർവശത്തെ വീട്ടിലേക്ക് അയാൾ നോക്കി. ഗേറ്റ് പൂട്ടിത്തന്നെ കിടപ്പുണ്ട്. കാറിൽ കയറി അയാൾ വണ്ടി പോർച്ചിൽ കൊണ്ടിട്ടു. വേണുജി ഉടനെ വരുമെന്നറിഞ്ഞതിനാൽ ഗേറ്റ് അടയ്ക്കേണ്ടെന്ന് കരുതി. ഡ്രസ്സ് ചേഞ്ച് ചെയ്തിട്ട് അയാൾ ഹാളിൽ വന്നു. ഫ്രിഡ്ജിലിരുന്ന തണുപ്പിച്ച സോഫ്റ്റ് ഡ്രിങ്ക് എടുത്ത് കുടിച്ചു. ഗേറ്റിന് മുന്നിൽ കാറിന്റെ ഇരമ്പൽ കേട്ടു. വേണുജി എത്തിയിട്ടുണ്ടെന്ന് അയാൾക്ക് മനസ്സിലായി. കോളിംഗ് ബെൽ ശബ്ദിച്ചു. ഹേമചന്ദ്രൻ സാവധാനത്തിൽ വന്ന് ഡോർ തുറന്നു. സിറ്റൗട്ടിൽ അലേഖ്യ നിൽക്കുന്നു. പപ്പാ, അവളുടെ ചുണ്ടുകൾ വിടർന്നു. ഹേമചന്ദ്രൻ സിറ്റൗട്ടിലേക്ക് ഇറങ്ങി. ഗേറ്റ് കടന്ന് ധൃതി പിടിച്ച് ബാഗുകളുമായി മീര വരുന്നത് കണ്ടു. ഉണ്ണിമോളെ, ഇവിടെ വരാൻ. അവൾ അതൊന്നും കേട്ടില്ല. ഹേമചന്ദ്രന്റെ മുഖത്തുറ്റുനോക്കി സ്നേഹമുള്ള ഒരു നോട്ടം മോഹിച്ചു നിന്നു. മീര മുറ്റത്ത് വന്ന് നിന്നു. സോറി സാർ, ഗേറ്റ് തുറന്നു കിടക്കുന്നത് കണ്ട് അവൾ ഓടിക്കയറിയതാ. മീര ക്ഷമാപണം നടത്തി. ഹേമചന്ദ്രൻ കേട്ട ഭാവം നടിച്ചില്ല. ഇറങ്ങി വരുന്നുണ്ടോ നീ? മീര ദേഷ്യപ്പെട്ടു. മമ്മി പോ എന്നവൾ ആംഗ്യം കാണിച്ചു. സാർ, അച്ഛനും അമ്മയും പോയെന്ന് ഡോക്ടറോട് വിളിച്ചു ചോദിച്ച് ഉറപ്പുവരുത്തിയിട്ടാ ഞങ്ങൾ വന്നത്. ക്ലാസ് മിസ് ചെയ്യാൻ പറ്റില്ല സാർ. കുട്ടികളുടെ ഭാവി നോക്കണ്ടേ. എവിടെ ആയിരുന്നു? ഹേമചന്ദ്രൻ നീരസത്തോട് ചോദിച്ചു. ഓർഫനേജിലുണ്ടായിരുന്നു. ഒരു പരിഹാസച്ചിരി ഹേമചന്ദ്രനിലുണ്ടായി. വിവാഹം ഫിക്സ് ചെയ്തോ സാർ? പപ്പി നല്ല കുട്ടിയാ. ഒരു ദിവസം എന്നെയും മോളെയും കാണാൻ വന്നിരുന്നു. അച്ഛനും അമ്മയ്ക്കും അവളെ ഇഷ്ടമായിട്ടാ പോയത്. വിവരങ്ങളൊക്കെ വേണുജി പറഞ്ഞിട്ടുണ്ടാവുമല്ലോ. പറഞ്ഞു സാർ, ഒരു മറയുമില്ലാതെ അവൾ പറഞ്ഞു. ഹേമചന്ദ്രൻ പരിഹസിച്ചു ചിരിച്ചു. അപ്പോ മീരയുടെ ഹിസ്റ്ററിയൊക്കെ വേണുജിക്ക് അറിയാമല്ലോ. അവൾ ഭംഗിയായി ചിരിച്ചു. സന്തോഷമുണ്ട്. സാർ എൻ്റെ പേരുച്ചരിച്ചല്ലോ. ഡോക്ടർ അതൊന്നും അന്വേഷിച്ചിട്ടില്ല. സാറിന് അറിയണമെങ്കിൽ ഞാൻ പറയാം. ബദനി നിലയത്തിലാണ് ഞാൻ വളർന്നത്. ഒല്ലൂരിന്ന് ഒരു 10-15 കിലോമീറ്റർ പോകണം. വലിയ ടൗണൊന്നുമല്ല. ഹേമചന്ദ്രന് അത്ഭുതമാണ് ഉണ്ടായത്. ചന്ദ്രഹാസൻ എന്നല്ലേ സാറിൻ്റെ അച്ഛൻ്റെ പേര്? അമ്മ ഹേമലത ടീച്ചറും അല്ലേ സാർ? ഹേമൻ സ്തബ്ധനായി നിന്നു. ഉണ്ണിമോളെ അമ്മയ്ക്ക് നന്നേ ഇഷ്ടപ്പെട്ടെന്ന് അവൾ പറഞ്ഞത്. അവൾക്ക് സാറിൻ്റെ അമ്മയെയും. ശരിക്കും മീര ആരാ? അയാൾ ചോദിച്ചുപോയി. അവളുടെ മുഖത്ത് വേദന ചിരി പടർന്നു. ആ ചോദ്യം സാർ എന്നോടല്ല ചോദിക്കേണ്ടത്. സിറ്റൗട്ടിൽ നിന്ന് അലേഖയുടെ കയ്യിൽ മീര എത്തിപ്പിടിച്ചു. വരുന്നുണ്ടോ നീ? പിണങ്ങാതെ അലേഖ മുറ്റത്തിറങ്ങി. എനിക്കറിയേണ്ടത് മീരയിൽ നിന്നാണ്. ആരാണ് മീര? അവൾ മന്ദഹസിച്ചു. ചന്ദ്രകളഭം. അയാൾക്കൊന്നും മനസ്സിലായില്ല. കുട്ടിയുടെ കൈപിടിച്ച് മീര റോഡിലേക്ക് നടന്നുപോയി. അലേഖ നടക്കുന്നതിനിടയിൽ അയാളെ നോക്കി കൈവീശി. താക്കോലെടുത്ത് ഗേറ്റ് തുറന്ന് അവൾ കുട്ടിയുമായി വീട്ടിലേക്ക് കയറി. ഹേമചന്ദ്രൻ ഹാളിൽ കയറി അങ്ങോട്ടും ഇങ്ങോട്ടും നടന്നു. ചന്ദ്രകളഭം എന്താണ് അതിൻ്റെ അർത്ഥം?
കളിയാക്കുകയാണവൾ. കള്ളി. മുറിയിൽ ചെന്ന് അയാൾ സെൽഫോൺ എടുത്തു. റോയ് പെരേരയുടെ നമ്പർ കണ്ടെത്തി വിളിച്ചു. റിംഗ് ചെയ്ത് കുറേ സമയം കഴിഞ്ഞാണ് അയാളുടെ ശബ്ദമെത്തിയത്. ഹലോ സാർ, നിങ്ങൾക്കെൻ്റെ കോൾ എടുക്കാൻ തന്നെ ബുദ്ധിമുട്ടാണല്ലേ മിസ്റ്റർ? കുറച്ച് തിരക്കിലായിപ്പോയി സാർ. സാറ് പറയൂ. തൃശ്ശൂരിൽ പോയി മീരയെക്കുറിച്ച് അന്വേഷിക്കാമെന്ന് നിങ്ങൾ ഏറ്റതല്ലേ? മരിച്ചുപോയ ഒരു മദറിന്റെ പേര് പറഞ്ഞ് എവിടെ പോയി അന്വേഷിക്കാനാ സാർ? ഒല്ലൂരിനടുത്ത് ബദരി നിലയം എന്നൊരു ഓർഫനേജ് ഉണ്ട്. അതാണ് അവളുടെ ഓർഫനേജ് എന്നൊരു വിവരം കിട്ടിയിട്ടുണ്ട്. അതുവരെ പോയി അന്വേഷിക്കാൻ റോയിക്ക് കഴിയുമോ എന്നാണ് എനിക്കറിയേണ്ടത്. ബുദ്ധിമുട്ടുണ്ടെങ്കിൽ പറയാൻ മടിക്കണ്ട. ഞാനിപ്പോൾ ഫ്രീ ആണ് സാർ. നാളെ വെളുപ്പിന് തൃശ്ശൂർക്ക് വിടാം. മറ്റന്നാൾ നമ്മൾ നേരിൽ കാണും. അവളുടെ ഓർഫനേജ് അതാണെങ്കിൽ അവളെക്കുറിച്ചുള്ള എല്ലാ വിവരങ്ങളും സാറിന്റെ കയ്യിൽ എത്തിയിരിക്കും. റോയ് പെരേരയാ വാക്ക് തരുന്നത്. ഓക്കെ, ഇനി നിങ്ങളെ ഞാൻ ബുദ്ധിമുട്ടിക്കില്ല, വിളിക്കുക കൂടിയില്ല. ഹേമചന്ദ്രൻ കോൾ കട്ട് ചെയ്തു. അയാൾ അത് ചെയ്തില്ലെങ്കിൽ താൻ അന്വേഷിച്ചു പോകും. അതോർത്തപ്പോ അയാൾക്ക് ലജ്ജ തോന്നി. വേണുജി വന്നതറിഞ്ഞിട്ടും ഹേമചന്ദ്രൻ മുറിയിൽ നിന്നിറങ്ങി വന്നില്ല. അയാളെ കാണാൻ കുറെ പേഷ്യൻസ് ഉണ്ടായിരുന്നു. 9:30 കഴിഞ്ഞപ്പോ വേണുജി ഡോർ അല്പം തുറന്ന് ക്യാപ്പ് വച്ച തല അകത്തേക്ക് നീട്ടി. മൈ ഡിയർ സൺ, അത്താഴം റെഡി. ചിരിക്കുന്ന മുഖം കണ്ടപ്പോ ഹേമചന്ദ്രൻ ചുട്ടുപഴുത്തു. ഇറങ്ങി വാടാ. വേണുജി പിൻവാങ്ങി. ലാപ്പ് മടക്കി വെച്ചിട്ട് ഹേമചന്ദ്രൻ പുറത്തു വന്നു. ഡൈനിങ് ടേബിളിൽ ചപ്പാത്തിയും കറികളും വേണുജി നിരത്തിയിട്ടുണ്ട്. മദ്യം കഴിക്കുകയാണ് അയാൾ. ഒരു തോക്ക് കിട്ടിയെങ്കിൽ അയാളുടെ തലയ്ക്ക് പിന്നിൽ ഷൂട്ട് ചെയ്യാമായിരുന്നുവെന്ന് ഹേമൻ ഓർത്തു. വക്രത നിറഞ്ഞ തല ചിന്നിച്ചിതറണം. ഹേമചന്ദ്രൻ ടേബിളിനടുത്ത് വന്നു. കറുത്ത ദ്രാവകം നിറഞ്ഞ ചെകുത്താനല്ല വേണുജിയുടെ മുന്നിലെ കുപ്പിയിൽ വേണ്ടത്. ഇന്ന് ബ്രാൻഡ് മാറിയോ? ആ, ബ്ലാക്ക് കിട്ടാനില്ല. അതിനിപ്പോ വലിയ ഡിമാൻഡാണത്രേ. ഇവനും അതേ ഗോത്രത്തിൽപ്പെട്ടതാ. ലേശം മധുരമുണ്ട്. ചുവന്ന ചെകുത്താനെ നോക്കി വേണുജി ചിരിച്ചു. ഹേമൻ ഉരുണ്ട നീണ്ട കുപ്പി കയ്യിലെടുത്തു. ബക്കാഡി ഓർക്ക് ഹാർട്ട് സ്മൂത്ത് ആൻഡ് സ്പൈഡ് സ്പിരിറ്റ് ഡ്രിങ്ക്. കൊള്ളാം. ഹേമൻ അതിന്റെ അടപ്പ് തുറന്നിട്ട് മണത്തു. ആ, വലിയ സ്മെല്ലില്ല. നീ ഭക്ഷണം കഴിക്ക്. വറുത്തരച്ച ഒന്നാന്തരം നാടൻ കോഴിക്കറിയാ. ഹേമചന്ദ്രൻ വലിയൊരു ഗ്ലാസ് എടുത്ത് കുപ്പി അതിലേക്ക് കമിഴ്ത്തി. സ്വാതന്ത്ര്യം കിട്ടിയ ആഹ്ലാദത്തോടെ ചെകുത്താൻ അതിലേക്ക് തുള്ളിച്ചാടി. വേണുജി പകച്ചുപോയി. ഹേമൻ, വാട്ട് ആർ യു ഡൂയിങ്? 3 പെഗ് മദ്യം ഗ്ലാസ്സിൽ വീണ് കഴിഞ്ഞിരുന്നു. നീ എന്തിനുള്ള പുറപ്പാടാ? ഞാനിത് കഴിക്കാൻ പോവുക. വേണുജി ഞെട്ടി. നോ, പാടില്ല. അത് ഡ്രൈയാ. കഴിക്കരുത്. നിന്റെ ഉള്ള കത്തിപ്പോകും. വേണുജി ചാടി എഴുന്നേറ്റു. കത്തുന്ന ഉള്ളിലേക്ക് അല്പം തീ കൂടി ചെന്നത് കൊണ്ട് എന്താ കുഴപ്പം? തീയൊന്നാളി കത്തട്ടെ. ഹേമ, എടാ മോനെ, വേണ്ടടാ. വേണുജി ഗ്ലാസ്സിൽ പിടിക്കാൻ ശ്രമിച്ചതും ഹേമചന്ദ്രൻ അയാളെ തള്ളി മാറ്റി. വേണുജി സ്തബ്ധനായി നിൽക്കെ ഹേമചന്ദ്രൻ ഗ്ലാസ്സിലെ മദ്യം മുഴുവനും കുടിച്ചു. മൈ ഗോഡ്! വേണുജി കുപ്പി തട്ടിയെടുത്തു. ഉള്ളിലെ വേവ് സഹിക്കാനാകാതെ ഹേമചന്ദ്രൻ ജഗ്ഗെടുത്ത് കുറെ വെള്ളം കുടിച്ചു. ഹേമ, നീ എന്താടാ കാണിച്ചത്? നിന്നിൽ നിന്ന് ഞാനിത് പ്രതീക്ഷിച്ചില്ല. ഹേമചന്ദ്രൻ ടേബിളിൽ പിടിച്ച് കുറെ നേരം കുനിഞ്ഞു നിന്നു. മദ്യക്കുപ്പി വേണുജി അലമാരയിൽ കൊണ്ടുവച്ചു. ഈ വിവരം അളിയൻ അറിഞ്ഞാൽ എന്നെ വെടിവെച്ചു കൊല്ലും. ഹേമചന്ദ്രന്റെ സിരകളിലൂടെ ലഹരി തലച്ചോറിലേക്ക് കയറി. അയാൾ തല ഉയർത്തി മുഖമൊന്നു കുടഞ്ഞു. അച്ഛൻ കൊല്ലുന്നതിന് മുമ്പ് നിങ്ങളെ ഞാനാ കൊല്ലാൻ പോകുന്നത്. വല്ലാത്തൊരു ചിരിയോടെ ഹേമചന്ദ്രൻ പറഞ്ഞപ്പോ വേണുജിക്ക് അടിപതറി. ഇപ്പൊ നമ്മൾ തമ്മിൽ ബന്ധമൊന്നുമില്ല. 2 കുടിയന്മാർ. തുല്യരാ വേണുജി നമ്മളിപ്പോ. ഹേമചന്ദ്രൻ അടുത്തേക്ക് വന്നപ്പോ വേണുജി ഒരു ചുവട് പിന്നോട്ട് വെച്ചു. ബ്രിഗേഡിയർ ചന്ദ്രഹാസന്റെ രക്തമാ എന്റെ ഞരമ്പിലൂടെ ഒഴുകുന്നത്. അപ്പോ ഞാനൊരു പാവത്താനായി പോവോ? ഇല്ല, ചന്ദ്രഹാസന്റെ മകനാ ഞാൻ. ഹേമചന്ദ്രൻ വേണുജിയുടെ മുന്നിൽ വന്നു. നിനക്കെന്താടാ? നിങ്ങൾ എന്താ കരുതിയത്? ഹേമൻ ഒരു വിഡ്ഢിയാണെന്നോ? എന്റെ ലൈഫ് വച്ച് പന്താടാമെന്ന് താൻ കരുതിയോ? മുഖപടമിട്ട കുറുക്കനാ നിങ്ങളെന്ന് ഞാൻ എന്നേ തിരിച്ചറിഞ്ഞു. അതേതറ്റം വരെ പോകുമെന്ന് കാത്തിരുന്നതാ ഞാൻ അല്പം വൈകിപ്പോയി. അല്ലായിരുന്നെങ്കിൽ പപ്പിയുടെ കുടുംബത്തെക്കുറിച്ച് ഒരു അപവാദം നിങ്ങൾ എൻ്റെ അച്ഛനോട് പറയില്ലായിരുന്നു. വേണുജി അന്താളിച്ചു നിന്നു. ഇനി എനിക്കെതിരെ ഒരു ചെറുവിരൽ ചലിപ്പിക്കാൻ പോലും നിങ്ങളെ ഞാൻ അനുവദിക്കില്ല. നിങ്ങളെ ഇന്ന് രാത്രിയോടെ തീർത്ത് കളയാൻ പോവുക ഞാൻ. ഹേമചന്ദ്രൻ വേണുജിയുടെ ബനിയന്റെ 2 കോളറിലും പെട്ടെന്ന് പിടിച്ചുയർത്തി. വേണുജി കിടുങ്ങിപ്പോയി. പറയടോ, ആരാ മീര? നിങ്ങളുടെ ആരാ അവൾ? അവളുടെ കുഞ്ഞിന്റെ തന്ത താനല്ലേടോ? ഹേമചന്ദ്രൻ അട്ടഹസിച്ചുകൊണ്ട് വേണുജിയെ പിടിച്ചു കറക്കി.
ഡൈനിങ് ടേബിളിൽ ഇരുന്ന ഗ്ലാസുകൾ നിലത്ത് വീണ് ചിതറി. ഹേമ, ഭീതിയോടെ വേണുജി വിളിച്ചു. ഭ്രാന്തെടുത്ത പോലെ ഹേമചന്ദ്രൻ അയാളെ പിന്നോട്ട് തള്ളി ചുവരിൽ കൊണ്ടുചെന്ന് അമർത്തി വെച്ചു. നീ എന്നെ ഒന്നും ചെയ്യരുത്. യാചിക്കുന്നോടാ. ഹേമചന്ദ്രൻ വലതു കൈ ചുരുട്ടി വേണുജിയുടെ മൂക്കിന് നേരെ കൊണ്ടുവന്നു. ജീവൻ വേണേൽ തുറന്നു സമ്മതിക്കടാ. ആരാ നിങ്ങൾക്ക് മീര? എന്തിനവളെ നിങ്ങൾ ഇവിടെ കൊണ്ടുവന്നു? ഇടിക്കാനായി ഹേമചന്ദ്രൻ കൈ പിന്നോട്ട് വലിച്ചതും വേണുജി ഭയന്നു. ഞാൻ പറയാം. പ്രിയപ്പെട്ടവരെ, ആകാംക്ഷഭരിതമായി ചന്ദ്രകളഭം അടുത്ത ലക്കത്തിൽ തുടരും. ഈ കഥയെക്കുറിച്ചുള്ള നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തി ഞങ്ങളെ അറിയിക്കുക. ഈ കഥ നിങ്ങൾക്കിഷ്ടമാകുന്നുവെങ്കിൽ തീർച്ചയായും ഇതിൻ്റെ ലൈക്ക് ബട്ടൺ കൂടി ക്ലിക്ക് ചെയ്യുക. ഒപ്പം ഇതിൻ്റെ ലിങ്ക് നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് കൂടി അയച്ചു കൊടുക്കുക. മുരളി നെല്ലനാട് നോവൽസിനു വേണ്ടി സ്നേഹപൂർവ്വം രാജീവ് വെഞ്ഞാറമൂട്.